ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഉണ്ണിക്ക് ഒരു ഉമ്മ കൊടുക്കാൻ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ്. ഇതിലും ഭേദം മന്ദബുദ്ധിയായിരുന്നേൽ മതിയായിരുന്നു എന്ന് നമ്മളെക്കുറിച്ച് ആരെക്കൊണ്ടും പറയിപ്പിക്കാൻ ഇടവരരുത്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത വരും. ചില വ്യക്തികളുടെ നാവിൽ നിന്ന് വീണ വാക്കുകളാണ്. ഇതിലും ഭേദം ഈ മകന് ഇത്രയും കഴിവുള്ള മകനാണെങ്കിൽ പോലും ഇതിലും ഭേദം അവനൊരു മന്ദബുദ്ധിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഒരപ്പൻ്റെ വാക്കുകൾ ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞ അച്ഛാ, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതാണ്, ചിന്തിക്കരുതാത്തതാണ്. പക്ഷെ ഞാൻ പലതവണ ചിന്തിച്ചു, എൻ്റെ മകനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ, ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ എൻ്റെ കുടുംബത്ത് കുറച്ചുകൂടെ സമാധാനം ഉണ്ടായേനെ. ഇവൻ്റെ ഒരു പ്രത്യേകത, കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവന് മദ്യപിച്ച് കഴിഞ്ഞാൽ തനിത്തറ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നുള്ള പെരുമാറ്റങ്ങൾ, വീട്ടുകാർക്ക് കൊടുക്കുന്ന അസ്വസ്ഥതകൾ, ഇതെല്ലാം കണ്ടിട്ടാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഇവനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ, ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും കുടുംബത്ത് കുറച്ചുകൂടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായേനെ. ഒരപ്പൻ മകനെക്കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ എന്തായിരുന്നിരിക്കണം അവൻ്റെ സ്വഭാവം? അതുകൊണ്ടാണ് അവസാനം ആ അപ്പൻ തന്നെ പറഞ്ഞതാണ്, ഇതിലും ഭേദം വല്ല മന്ദബുദ്ധികളെ കിട്ടിയാൽ മതിയായിരുന്നു. ഒരു മന്ദബുദ്ധിയായിട്ട് എൻ്റെ മകൻ ജനിച്ചാൽ മതിയായിരുന്നു, ഇതിലും ഭേദമായിരുന്നേനെ. വേറൊരു സംഭവം ഇതുപോലെ മറ്റൊരപ്പൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരിക്കലും ചെയ്യരുതാത്ത ഒരു കാര്യം, ലോകത്തൊരപ്പനും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടി വന്നു. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ്, ഞാൻ തന്നെ പോലീസിനെ വിളിച്ചു. അവർ വീട്ടിൽ വന്നു, എൻ്റെ മകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. കാരണം അതുപോലത്തെ ഒരു പ്രപഞ്ചമാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. ഇവന് ചില അഡിക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇവന് ഭ്രാന്താണ്. അപ്പം അവൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നു, കതക് ചവിട്ടിപ്പൊളിക്കാൻ നോക്കുന്നു. ഇങ്ങനെ എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ ഫോൺ വിളിച്ചു. പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. വെച്ചാൽ ഒരപ്പനും ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമല്ല, പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നു എന്ന്. അപ്പം ആ മകൻ്റെ സ്വഭാവം എങ്ങനെയിരുന്നു എന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമതൊരു സംഭവം ഒരമ്മ സൂചിപ്പിച്ചാണ്, ഒന്നുകിൽ എൻ്റെ മകന് മാനസാന്തരം വരണം, അതല്ലെങ്കിൽ അവൻ മരിച്ചു പോക്കോട്ടെ. ഒന്നുകിൽ അവന് മാറ്റം വരണം, മാറ്റം വരുന്നില്ലെങ്കിൽ ഇതിലും ഭേദം, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിച്ചു പോക്കോട്ടെ. പെറ്റതള്ള ഇങ്ങനെ പറയണമെങ്കിൽ അവൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള സ്വഭാവക്കാർ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്താണ്? ഇതിനേക്കാൾ ഭേദം വല്ലോ മന്ദബുദ്ധിയായിട്ട് അവർ ജനിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം ഒരാളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കരുത്. അതിന് നമ്മുടെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തിരുത്തുകയും ചെയ്ത്, അല്ലെ അതിനൊരു വാക്ക് കൊടുക്കാൻ, ദൈവത്തിന് വാക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതായിരിക്കും ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ പഠിച്ചിരിക്കാം. മത്തായിയുടെ സുവിശേഷം 12:33 വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് ഫലത്തിൽ നിന്നാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മക്കളിലേക്ക് നോക്കിയാൽ മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ നമുക്ക് മനസ്സിലാകും. അവര് ഭക്തരാണോ, പ്രാർത്ഥനക്കാരാണോ, സ്നേഹമുള്ളവരാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില എക്സംഷൻസ് ഒക്കെ എല്ലായിടത്തും ഉണ്ടാകാം. അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളെ, നിങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ചില കേസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, മക്കളുണ്ടായപ്പോൾ അവർക്ക് സ്വർണ്ണ അരച്ച് നാക്കെ ചാരിച്ചു കൊടുത്തു, നാക്കിൽ വെച്ചു കൊടുത്തു. വേണേൽ സ്വർണത്തിൻ്റെ കളർ വരാൻ വേണ്ടി ആയിരിക്കാം. സ്വർണം അരച്ച് അങ്ങനെ ചെയ്തു കൊടുത്തതായിട്ട് ഉള്ള സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ഒരു കൊച്ചിന് സ്വർണത്തിൻ്റെ കളറാണോ പ്രധാനപ്പെട്ടത്? അല്ല എന്ന് പലരുടെയും സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഇന്ന് അവരെ മുഖാന്തരം ഒരുപാട് വേദനിക്കുന്ന മാതാപിതാക്കൾ. ഞാൻ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടതാണ്. ഒരു സ്ത്രീ, അവരുടെ മുഖം മ്ലാനമായില്ല, സംസാരത്തിൽ ഒരു പരാതി പരിഭവം വന്നില്ല. പക്ഷെ അവരുടെ 2 മക്കളും ഫിസിക്കലി മെൻ്റലി ചലഞ്ചഡാണ്. ഇനി അതൊന്നും ഇവരുടെ മുഖപ്രസാദം എടുത്തു കളഞ്ഞില്ല, ഉള്ളിലെ സന്തോഷം അത് കളഞ്ഞില്ല, ദൈവിക പ്രകാശം തല്ലിക്കെടുത്തിയില്ല. അവർ പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവർക്ക് ഈ വചന സൗന്ദര്യം ഉണ്ടാകണം. അതുകൊണ്ട് അതവരുടെ സ്വഭാവം കാണുമ്പോൾ ഉണ്ടെന്നാണ് അമ്മ പറയുക.
അവർ ഫിസിക്കലി മെൻ്റലി ചലഞ്ചഡ് ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ത്യാഗങ്ങൾ ഇവർ അനുഷ്ഠിക്കേണ്ടതായി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും അവരെ വലയ്ക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഒരു കാലത്ത് നമ്മൾ അവരെക്കുറിച്ച് ഒരുപാട് വേദനിക്കേണ്ട, നിരാശപ്പെടേണ്ട, നെഞ്ചുരുകി ജീവിക്കേണ്ട ഒരവസ്ഥ വരില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുന്നത്, ഒന്ന്, മക്കള് ഉണ്ടാകേണ്ടതുപോലെ ഉണ്ടാകണം. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം എന്ന് വായിച്ചാൽ മതി. മനോവയ്ക്കും ഭാര്യയ്ക്കും മക്കളില്ലാതെ, ഭാര്യയ്ക്ക് ദൈവദൂതൻ്റെ സന്ദേശം കിട്ടി, നിങ്ങൾക്ക് സന്താനഭാഗ്യം ലഭിക്കും, അതിന് വീഞ്ഞോ ലഹരിപാനീയങ്ങളോ തൊട്ടുപോകരുത്, അശുദ്ധമായതൊന്നും നിങ്ങളെ സ്പർശിക്കരുത്. അവൾ ഒന്ന് ഭർത്താവിനോട് കാര്യം പറഞ്ഞു, ഭർത്താവ് അത് വിശ്വസിച്ചു. ഇന്നത്തെ ഭർത്താക്കന്മാരാണെ പറഞ്ഞേനെ, നിനക്ക് മക്കളില്ലാത്തതിൻ്റെ ആ ഒരു വിഷമം കയറിയിട്ട് നിന്റെ മാനസിക നില നഷ്ടപ്പെട്ടതായിരിക്കാം. ഇങ്ങനെയൊക്കെ വല്ലതും സംഭവിക്കുമോ? അത് അവിശ്വസിക്കാനുള്ള ആ ഒരു പ്രവണത കാണിച്ചേനെ. ഭർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, ആ ദൂതനോട് ഒന്നുകൂടെ പ്രത്യക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടാലോ? അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്ന കാണാൻ പറ്റും. അങ്ങനെ അവര് പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധിയിൽ, സ്നേഹത്തിൽ നിന്ന് അവർക്കൊരു കുഞ്ഞുണ്ടായി. ആണ് സാംസൺ. എന്തൊരു ശക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധ്യത്തോടുകൂടി മനോവയ്ക്കും ഭാര്യയ്ക്കും മക്കളുണ്ടായതുപോലെ നമുക്ക് മക്കളുണ്ടാകണം. അതാണ് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഇതിൻ്റെ വെളിച്ചത്തിൽ. മാതാപിതാക്കൾ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പ്രാർത്ഥിച്ച് ഒരുങ്ങി മക്കളുണ്ടാകണം, മക്കളെ സ്വീകരിക്കണം. അത് ഹൃദയത്തിൽ കുഞ്ഞ് ജനിച്ചിട്ടാണ് ഉദരത്തിലേക്ക് അത് രൂപപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ലവ്, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹത്തിൽ നിന്നും ആകണം ആ കുഞ്ഞ് വരിക. രണ്ടാമത്തെ കാര്യം, ഉണ്ടാകുന്ന മക്കൾക്ക് ദൈവത്തെ കൊടുത്ത് വളർത്തുക. മറ്റെന്തിനേക്കാൾ, വിദ്യാഭ്യാസത്തെക്കാളും ഭക്ഷണത്തെക്കാളും വസ്ത്രത്തെക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തെ കൊടുത്ത് വളർത്തുക. മൂന്നാമത്തെ കാര്യം, ആ മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ വളർത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കൾക്ക് കിട്ടുന്ന മക്കള് ഗുണമേന്മയുള്ള മക്കളായിരിക്കും. നമുക്ക് ആ ഒരു തീരുമാനത്തോടുകൂടി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിന് പ്രീതികരമാകാനും നമ്മുടെ മക്കളുടെ ജീവിതം ദൈവത്തിന് പ്രീതികരമാകാനും ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.